ഇന്നത്തെ എണ്ണ വില നോക്കാം. ബ്രെന്റ് ക്രൂഡ് ഓയിലിന് ബാരലിന് ഏകദേശം $102.92 ഏകദേശം 2.72% വർധനവുണ്ടായിരിക്കുന്നു. WTI ക്രൂഡ് ഓയിലിന് ബാരലിന് ഏകദേശം $95.98, അതായത് 2.57% കഴിഞ്ഞ ദിവസത്തേക്കാൾ വർധനവ് ഉണ്ടായിരിക്കുന്നു. പ്രകൃതിവാതകത്തിന് യൂണിറ്റിന് $3.03 ആണ് വില. മധ്യേഷ്യയിലെ യുദ്ധം കാരണം ആഗോളതലത്തിൽ എണ്ണവില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ ശ്രീലങ്ക ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങൾ കടുത്ത ഇന്ധന സംരക്ഷണ നടപടികൾ നടപ്പിലാക്കി വരികയാണ്. ശ്രീലങ്കയിലെ നിയന്ത്രണങ്ങൾ ഇപ്രകാരമാണ്. ബുധനാഴ്ചകളിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. അതായത് സർക്കാർ ജീവനക്കാർക്ക് ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിനായി എല്ലാ ബുധനാഴ്ചകളും നിർബന്ധിത അവധി അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം ദിവസമായി പ്രഖ്യാപിച്ചു. ലൈസൻസ് പ്ലേറ്റ് നമ്പറുകൾ അടിസ്ഥാനമാക്കി സ്വകാര്യ വാഹനങ്ങൾ റോഡിലിറക്കുന്നതിന് പ്രത്യേക ദിവസങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു. സ്കൂളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. സ്കൂൾ ബസ്സുകളുടെ ഇന്ധനം ലാഭിക്കുന്നതിനായി കൊളംബോ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ആഴ്ചയിൽ 2 ദിവസം ഓൺലൈൻ ക്ലാസുകളിലേക്ക് മാറ്റി. പാകിസ്ഥാനിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ആഴ്ചയിൽ 5 പ്രവൃത്തി ദിവസങ്ങൾ മാത്രമാക്കി ചുരുക്കി. കൂടാതെ വൈദ്യുതി ലാഭിക്കാൻ എല്ലാ മാർക്കറ്റുകളും രാത്രി 8 മണിക്ക് അടയ്ക്കാൻ ഉത്തരവിട്ടിരിക്കുന്നു. ബംഗ്ലാദേശിൽ പ്രകൃതിവാതക ക്ഷാമം കാരണം രാജ്യത്തുടനീളം നിയന്ത്രിത വൈദ്യുതി തടസ്സം ഏർപ്പെടുത്തി. പള്ളികളിലും മറ്റ് ആരാധനാലയങ്ങളിലും എയർ കണ്ടീഷണർ ഉപയോഗിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫിലിപ്പൈൻസിൽ ഇന്ധന വിലക്കയറ്റം നേരിടാൻ സർക്കാർ ഓഫീസുകളിൽ ആഴ്ചയിൽ 4 പ്രവൃത്തി ദിവസങ്ങൾ നടപ്പിലാക്കാൻ ആലോചിക്കുന്നു. വിയറ്റ്നാമിൽ എണ്ണവില വർധനവ് തടയാൻ സർക്കാർ സബ്സിഡികൾ നൽകുന്നുണ്ടെങ്കിലും പല പെട്രോൾ പമ്പുകളിലും ഇന്ധനക്ഷാമം കാരണം നീണ്ട ക്യൂ ആണ് ഉള്ളത്.